ശ്രീനാരായണ ഗുരു 1856 ജനിച്ച് 1928 അന്തരിച്ച ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം അറിയപ്പെടുന്നത് വയൽവാരം വീട് എന്നാണ്. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. നാണുആശാൻ എന്ന പേരിലും ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നു. ഗുരുവിനെ പെരിയസ്വാമി എന്നാണ് ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്നത്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യകാല ഗുരുവായിരുന്നു മൂത്തപിള്ള. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടിയ വർഷം 1882. അതുപോലെ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷം 1895. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം 1922. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925. പിള്ളത്തടം ഗുഹയിലായിരുന്നു ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലായിരുന്നു കന്നേറ്റിക്കായൽ. ഇനി ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത് ആർ ശങ്കറാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു എഴുതി ചട്ടമ്പിസ്വാമികൾക്കാണ് സമർപ്പിച്ചത്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് ക്ഷേത്രത്തിലാണ്. അതിനുശേഷം ഉല്ലല, വെച്ചൂർ, കാരമുക്ക്, മുരുക്കുംപുഴ എന്നീ സ്ഥലങ്ങളിൽ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു CF ആൻഡ്രൂസ്. CF ആൻഡ്രൂസിനെ നമ്മൾ ദീനബന്ധു എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഫേമസ് സന്ദേശമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അയിത്തജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമികളാണ്. ഒരു കൂട്ടം തത്വചിന്താപരമായ കവിതകളടങ്ങിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ആത്മോപദേശ ശതകം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു. അതുപോലെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, അതായത് SNDP സ്ഥാപിച്ച വർഷം 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം കൊല്ലം. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പുവിൻ്റെ. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. SNDPയുടെ ആദ്യ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ്. വിവേകോദയം പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നു കുമാരനാശാൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ.
ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്കാ സന്ദർശനമാണ് 1918. രണ്ടാമത്തെ ശ്രീലങ്കാ സന്ദർശനം 1926. ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രം കാവിയായിരുന്നു. ശിവഗിരി ആദ്യം അറിയപ്പെടുന്നത് കുന്നിൻപുറമാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പനാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. കേരളബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. ആധുനിക ബുദ്ധൻ ഡോക്ടർ അംബേദ്കറാണ്. രണ്ടാം ബുദ്ധൻ വസുബന്ധുവാണ്. ചൈനീസ് ബുദ്ധൻ ലാവോസിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ: രാമംപിള്ളയാശാൻ, തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ: ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, നടരാജഗുരു, നിത്യചൈതന്യ യതി. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നിങ്ങനെ പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകളാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, അറിവ്, ശിവശതകം, ജാതിലക്ഷണം, കുണ്ടലിനി പാട്ട്, കാളീനാടകം, ധർമ്മ, സദാചാരം, ജാതിമീമാംസ, വേദാന്തസൂത്രം, ഹോമമന്ത്രം, മുനിചര്യാ പഞ്ചകം, ജാതിദർശനം, ജാതിനിർണയം, ആത്മവിലാസം, പിണ്ടനന്ദി,